ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സിറ്റുവേഷനിൽ പറയാനുള്ള ഒന്ന് രണ്ട് കുഞ്ഞു കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, നമ്മുടെ ഇറാൻ പീസ് ടോക്ക് വളരെ കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊരു ന്യൂസ് വന്നിരുന്നു, ഇറാൻ്റെ കയ്യിലുള്ള യുറേനിയം പുറത്ത് കൊടുക്കുന്നില്ല, US-ലോ ഇല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നില്ല, റഷ്യയിലേക്കോ ഹാൻഡ് ഓവർ ചെയ്യുന്നില്ല എന്നുള്ളത് എന്നൊരു ന്യൂസ് വന്ന് കേട്ടു. പക്ഷേ മണിക്കൂറുകൾക്കകത്ത് തന്നെ തിരിച്ച് വീണ്ടും അതിലൊരു അതങ്ങനെയല്ല എന്നുള്ള രീതിക്ക് വീണ്ടും ഒരു ന്യൂസ് വന്നു. സോ മാർക്കറ്റ് വീണ്ടും എന്താണ്, ആദ്യത്തെ മണിക്കൂറുകളിൽ നിലനിന്നിരുന്ന ന്യൂസ് എന്ന് പറയുന്നത് ഇറാൻ അത് തിരിച്ച് കൊടുക്കുന്നില്ല, ആർക്കും കൊടുക്കത്തില്ല എന്നുള്ളൊരു സംഭവം വന്നിരുന്നു. മാർക്കറ്റ് അതിനുശേഷം വീഴാൻ സിറ്റുവേഷൻ വന്നു. അതിനുശേഷം നമ്മുടെ മാർക്കറ്റിൽ വന്ന സംഭവം എന്ന് പറയുന്നത് വീണ്ടും ഒരുപാട് മാധ്യമങ്ങൾ അത് കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിക്ക് സംസാരിച്ചിരുന്നു. അപ്പോൾ ക്ലാരിറ്റി ഇപ്പോഴും വന്നിട്ടില്ല. പക്ഷേ പീസ് ടോക്കിൻ്റെ നല്ലൊരു സൈഡിലാണ് നിൽക്കുന്നതെന്ന് US വീണ്ടും പറയുന്നുണ്ട്. സോ അത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. മാധ്യമങ്ങളുടെ റിപ്പോർട്ടും അങ്ങനെ തന്നെ വരുന്നുണ്ട്. സോ ലിറ്ററലി നമ്മുടെ മാർക്കറ്റിലേക്ക് നമുക്ക് നോക്കിയാൽ മാർക്കറ്റിൻ്റെ മാർക്കറ്റ് പുറത്താണ് ഓപ്പൺ ചെയ്തത്. 23,840 ഓപ്പൺ ചെയ്തത്. ഇന്നലത്തെ ഞാൻ പറഞ്ഞ ലെവൽ ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ട്രേഡ് ഇന്നലെ കിട്ടിയിരിക്കും. ഓപ്പൺ ചെയ്ത ലെവൽ ഇവിടെ ആയിരുന്നു. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് 23,800 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് താഴേക്ക് 720 ഫസ്റ്റ് ടാർഗറ്റും പിന്നെ ഇതിനുള്ളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. ലിറ്ററലി അത് തന്നെ സംഭവിച്ചു. ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഡെയിലി ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ബിക്കോസ് എന്ത് സംഭവിച്ചു, ആദ്യത്തെ ക്യാൻഡിലിൽ തന്നെ 23,800 താഴെ മാർക്കറ്റ് പോയി. രണ്ടാമത്തെ ക്യാൻഡിലൊക്കെ ആയപ്പോഴേക്കും, അതായത് 15 മിനിറ്റ് രണ്ടാമത്തെ ക്യാൻഡിലായപ്പോഴേക്കും 720 ബ്രേക്ക് ചെയ്തു. സോ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അപ്പോൾ അതിനിടയ്ക്ക് മാർക്കറ്റിൽ നല്ല ഒന്ന് രണ്ട് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയും മാർക്കറ്റിൽ മൂവ്മെൻറ്റ് വന്നു. പക്ഷേ ഫസ്റ്റ് ക്യാൻഡിലിൽ തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കാരണം അന്നത്തെ ദിവസത്തെ ട്രേഡ് ക്ലോസ് ചെയ്തു. ഒരു ഫുൾ ഡേ രാവിലെ 9:15 മുതൽ വൈകുന്നേരം 3:30 മണി വരെ ട്രേഡ് ചെയ്യുന്നതല്ല ട്രേഡിംഗ് എന്ന് പറയുന്നത്. നല്ല ഓപ്പർച്യൂണിറ്റി എപ്പോൾ കാണുന്നു അതിനകത്ത് നമ്മുടെ ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്യുക, ആ ട്രേഡിൻ്റെ പ്രോഫിറ്റ് എടുക്കുക, ഒരു ടാർഗറ്റ് കീപ്പ് ചെയ്യുക ഒരു ദിവസത്തേക്ക്, ഇല്ലെങ്കിൽ ആ ഒരു ട്രേഡിൻ്റെ ടാർഗറ്റ് കീപ്പ് ചെയ്യുക. എനിക്ക് ഇന്നലെ അത് 2-1 അപ്പോൾ ഫസ്റ്റ് ട്രേഡിൽ തന്നെ കഴിഞ്ഞു പോയി എന്നുള്ളതാണ്. അതിനുശേഷം വീണ്ടും ഓപ്പർച്യൂണിറ്റീസ് വന്നിരുന്നു. പക്ഷേ ഓപ്പർച്യൂണിറ്റി അല്ല, അവിടെ നമ്മുടെ ഡിസിപ്ലിൻ, നമ്മുടെ സെറ്റ് ഓഫ് റൂൾസാണ് അവിടെ വയ്ക്കുക. അപ്പോൾ സെറ്റ് ഓഫ് റൂൾസിനകത്ത് ഇന്ന ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ ട്രേഡ് തീർന്നു എന്നുള്ളതാണ്. സോ അതിനുശേഷം വീണ്ടും ട്രേഡ് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാലും ഡെയിലി ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിർത്തുക. പിന്നെ വേണമെങ്കിൽ റൂൾസ് ചേഞ്ച് ചെയ്യാം. ഞാൻ റൂൾസ് ചേഞ്ച് ചെയ്യാറില്ല. സോ മാർക്കറ്റ് എൻഡായി. അപ്പോൾ ഇന്ന് സംഭവിക്കുന്നതും സെയിം അത് തന്നെയാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഇതിനുള്ളിലാണ്. ഇതിനുള്ളിലായിട്ടും ഇന്നത്തതും ശ്രദ്ധിക്കുക, മാർക്കറ്റ് തിരിച്ച് കയറി വരാൻ ശ്രമിക്കുകയാണെങ്കിൽ 720 ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. സോ തിരിച്ചാലോചിച്ച് നോക്കുക, മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഫ്ലാറ്റാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് 640 650 റേഞ്ചിലാണെങ്കിൽ 660 ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട്. എന്നാലും ഓപ്പൺ ചെയ്യുന്ന ക്യാൻഡിൽ പവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് 720 വരെയോ 800ലേക്കോ പുഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഇതിനുള്ളിലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാനായിരിക്കും ശ്രമിക്കുക. അപ്പോൾ ട്രെൻഡ് ലൈൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് 720. അപ്പോൾ അവിടെ എത്തുമ്പോൾ നല്ലൊരു റെസിസ്റ്റൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഫസ്റ്റ് ക്യാൻഡിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇത് മൂവ് ചെയ്യുക. നിങ്ങൾക്ക് പിന്നീട് ലേറ്റർ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. ഫസ്റ്റ് ക്യാൻഡിലൊക്കെ അത്ര സേഫർ അല്ല, എന്നാലും നല്ല മൊമെൻറ്റം കിട്ടും. ഇന്നലത്തെ പോലെ ഇന്നലെ പ്രീമിയം ഓൾമോസ്റ്റ് 15 മിനിറ്റ് തൊട്ട് ഡബിൾ, പിന്നീടുള്ള സമയത്ത് 4 ഇരട്ടിയിലേക്ക് പോയി. ആദ്യത്തെ ക്യാൻഡിലിൽ മാത്രം ഡബിളായി പ്രീമിയം. അപ്പോൾ ഞാൻ 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിം 30 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമാണ് പറയുന്നത്, ക്യാൻഡിലാണ്. അപ്പോൾ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യത ഈ ഒരു ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഫ്ലാറ്റായിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ സെൻട്രൽ ലൈനാണ്. അപ്പോൾ ഇപ്പോൾ കാണുന്ന ക്യാൻഡിലുകളുടെ സെൻട്രൽ ലൈനാണ്. അപ്പോൾ ഇന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം അപ്പ് സൈഡിലേക്കാണ് ട്രേഡ് ചെയ്യാൻ സാധ്യതയെങ്കിൽ 720, 800, 880 ഇന്ന് ആദ്യത്തെ 3 ടാർഗറ്റ് ലൈൻസ് എന്ന് പറയുന്നത്. മാർക്കറ്റ് കയറാനുള്ള സാധ്യത ഇതുവരെ ഓക്കെയാണ്, ജസ്റ്റ് ഫ്ലാറ്റായിട്ട് നിൽക്കുന്നുണ്ട്.
ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സൈഡ് വേസ് മാർക്കറ്റും ഇന്ന് സാറ്റർഡേ സൺഡേയോടെ എങ്ങനെയാണ് ഒരു യുദ്ധം തീരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതിനനുസരിച്ചിട്ട് ലാസ്റ്റ് അവേഴ്സിൽ ആൾക്കാർ പൊസിഷൻ ബിൽഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ താഴേക്ക് വന്നു കഴിഞ്ഞാലോ, താഴേക്ക് ഇന്നലത്തെ ലോ ആയിട്ടുള്ള 23,600 അതും ഇന്നലെ പറഞ്ഞിരുന്നു കേട്ടോ. ഇന്നലെ ഞാൻ എടുത്തിരുന്ന ട്രേഡിന് ശേഷം ഗ്രൂപ്പിനുള്ളിലും ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ബാച്ച് 13 സ്റ്റുഡൻസിനുള്ളിലും അവിടെ പറഞ്ഞിരുന്നു 23,600 സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യാൻ. അവർക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 23,600 എത്തിയപ്പോഴേക്കും അവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. അപ്പോൾ 23,600 ഇനി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 520 റേഞ്ച്, 440 റേഞ്ചാണ് താഴേക്കുള്ള ലെവൽസ്. അപ്പോൾ 660 ഓപ്പൺ ചെയ്യുന്ന മാർക്കറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ 600, 520, 440 ടാർഗറ്റ്സ്, ലോവർ സൈഡിലേക്കുള്ള ടാർഗറ്റ്സ്. മേളിലേക്കുള്ളത് വീണ്ടും പറയുകയാണ് 720 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 660 തന്നെ ഒരു സപ്പോർട്ട് ലൈനാണ്. 720, 800, 880 അതിൻ്റെ ടാർഗറ്റ് ലൈൻസ്. മാർക്കറ്റ് സൈഡ് വേസ് പോയിട്ട് വെള്ളിയാഴ്ചയല്ലേ ഒന്ന് സൈഡ് വേസ് പോയി തീരുമാനങ്ങളില്ലാണ്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഏതെങ്കിലും നല്ല സ്റ്റോക്കുകളോ എന്തെങ്കിലും നല്ല ന്യൂസസോ ഡ്രിവൻ ചെയ്ത് കഴിഞ്ഞാൽ, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഡ്രിവൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുണ്ട്. സോ അതിനനുസരിച്ചിട്ടുള്ള ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുക. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.